പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 27. അമ്മച്ചി അകത്തേക്ക് പോയതും സാന്ദ്ര പുറത്തേക്ക് നോക്കി. സണ്ണി ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടതും വേഗം ബാഗ് തുറന്നു ഒരു കവർ അവൾക്ക് കൊടുത്തു. ഇതെന്തിനാ? അത് കൊടുത്തതും സാന്ദ്ര ചോദിച്ചു. അതൊക്കെയുണ്ട്, ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞതും. എന്താണ് ഒരു കള്ളലക്ഷണം? മുഖത്തേക്ക് ഒരു പ്രസാദം ഉണ്ടല്ലോ. ഞങ്ങളുടെ സണ്ണിച്ചായൻ സ്നേഹിച്ച മട്ടുണ്ടല്ലോ. റോസ്മേരി പുഞ്ചിരിയോടെ പറഞ്ഞതും അവൾ അവളുടെ കയ്യിലൊന്ന് നുള്ളി. ആ, എനിക്ക് വേദനിച്ചു കേട്ടോ, അവൾ പറഞ്ഞു. മിണ്ടാതിരിക്കുക, ഗൗരി പതിയെ പറഞ്ഞു. പറഞ്ഞതുപോലെ സെറ്റ് ചെയ്താണ് വാങ്ങിയിരിക്കുന്നത്. ജസ്റ്റ് ഹാങ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ, ഗൗരി പറഞ്ഞതും. അയ്യോ, ഞാൻ മറന്നു എന്ന് പറഞ്ഞ റോസ്മേരി അവളുടെ ബാഗ് തുറന്നു അതെടുത്ത് കൊടുത്തു. ഞാനിത് കൊണ്ടുപോയി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം മുകളിലേക്ക് പോയി. അവർ രണ്ടുപേരും ഡൈനിങ് റൂമിലേക്കും പോയി. അവർ ഡൈനിങ് റൂമിൽ ചെല്ലുമ്പോൾ തന്നെ അമ്മച്ചിയും ത്രേസിച്ചെടുത്തിയും കൂടി അവർക്കുള്ള ചൂട് ചായയും കപ്പയും ബീഫും എല്ലാം എടുത്തു വെച്ചിരുന്നു. സണ്ണി, അമ്മച്ചി വിളിച്ചു. എന്താ അമ്മച്ചി, നീ കഴിക്കുന്നില്ലേ? അയ്യോ, ഇപ്പോൾ വേണ്ട അമ്മച്ചി, ഇപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, അവർക്ക് കൊടുക്ക്, സണ്ണി പറഞ്ഞു. അപ്പോഴേക്കും മുകളിലേക്ക് പോയ ഗൗരി തിരിച്ച് താഴേക്ക് വന്നിരുന്നു. കുറേ നേരം അവൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം അവർ പോകാനായി ഇറങ്ങി. സണ്ണിച്ച, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോയി ആക്കിത്തരാമോ? ഇത് എന്തൊരു മഴയാണ്, ഈ മഴയത്ത് അവിടെ എത്തുമ്പോഴേക്കും നനഞ്ഞു പോകും, റോസ്മേരി പറഞ്ഞു. അപ്പോൾ നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ മഴയുണ്ടായിരുന്നില്ലേ? സണ്ണി ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ല അല്ലേ? റോസ്മേരി പറഞ്ഞു. എൻ്റെ പൊന്നേ, ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. വണ്ടിയുടെ ചാവിയുമായി തിരിച്ചു വന്നു. അവരെ കൊണ്ടുപോയി ആക്കാനായി അവൻ പുറത്തേക്കിറങ്ങി. കാറിൽ കയറി വണ്ടി പോയതും ഗൗരി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ് എന്ന് കണ്ടതും അമ്മച്ചിയോട് നോക്കിക്കൊള്ളുമോ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോയി. ഗൗരി അവർ കൊണ്ടുവന്ന് വാങ്ങിവെച്ച നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ LED ലൈറ്റുകൾ ആയിരുന്നു. അത് അവൾ കർട്ടനുകളിൽ എല്ലാം ഭംഗിയാക്കി തൂക്കി. അവർ കൊണ്ടുവന്ന കവറിൽ നിന്നും മുല്ലപ്പൂക്കളെടുത്ത് ബെഡിലെല്ലാം ഇട്ടു. അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അവൾ നീങ്ങി നിന്ന് നോക്കി. അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. കോളേജിലേക്ക് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഒപ്പം നടക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർത്തു. പെട്ടെന്ന് താഴെ നിന്നും അമ്മച്ചി ഗൗരി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടു. അവൾ വേഗം ബാൽക്കണി ഡോർ അടച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. മോൻ നല്ല കരച്ചിലാണ്. വേഗം ചെന്ന് മോനെ എടുത്തു. കുറച്ചു നേരം ഹാളിലൂടെ നടന്നു. അപ്പോഴേക്കും മോള് എഴുന്നേറ്റു. മോളെ കളിപ്പിച്ചുകൊണ്ട് അമ്മച്ചിയും ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും സണ്ണി കയറി വന്നു. ആക്കി കൊടുത്തു മോനെ? അമ്മച്ചി ചോദിച്ചു. രണ്ടുപേരെയും വീടിൻ്റെ മുന്നിൽ ആക്കി കൊടുത്തിട്ടുണ്ട്, സണ്ണി പറഞ്ഞു. അപ്പോഴേക്കും ചേട്ടത്തി അവർക്ക് കൊടുക്കാനുള്ള കുറുക്കുമായിട്ട് വന്നു. അവൾ ബെഡിലിരുത്തി മോന് ഗൗരിയും മോൾക്ക് അമ്മച്ചിയും കുറുക്ക് കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 8 മണിയോടടുത്തിരുന്നു. തണുപ്പായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരം ചൂടുവെള്ളം മുക്കിയ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്തു. പിന്നെ രണ്ടുപേരെയും കുറച്ചു നേരം സണ്ണിയും അമ്മച്ചിയും കൂടി കളിപ്പിച്ചു കൊണ്ടിരുന്ന സമയം ഗൗരിയും ചേട്ടത്തിയും കൂടി ചപ്പാത്തി ഉണ്ടാക്കാനായി പോയി. മക്കൾ രണ്ടു എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് അമ്മച്ചിയും ചേട്ടത്തിയും കൂടി കുഞ്ഞുങ്ങളെ നോക്കി. സണ്ണിയും ഗൗരിയും ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. സണ്ണി ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ആരുമില്ലെങ്കിൽ അവൾക്കായി ആദ്യത്തെ പങ്ക് കൊടുക്കുമായിരുന്നു. അമ്മച്ചിയോ ചേട്ടത്തിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്കുള്ളത് ബാക്കി ആ പാത്രത്തിൽ വയ്ക്കുമായിരുന്നു. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം അത് പതിവുള്ളൊരു ശീലമായിരുന്നു. സണ്ണിയുടെ കയ്യിൽ നിന്നും അവൾ വാങ്ങി കഴിച്ചു കഴിഞ്ഞതും അവൾ തിരിച്ച് സണ്ണിക്കും കൊടുത്തു. അത് ആദ്യമായുള്ള അനുഭവമായതുകൊണ്ട് സണ്ണിയുടെ കണ്ണുകൾ വിടർന്നു. പിന്നീട് രണ്ടുപേരും സ്കൂളിലെയും പിന്നെ റോസ്മേരിയുടെയും സാന്ദ്രയുടെയും എല്ലാം വിശേഷങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും ചേട്ടത്തി വന്നു. മോന് ഉറങ്ങി, ഞാൻ റൂമിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്, അമ്മച്ചി മോളെ ഉറക്കുന്നുണ്ട്, ചേട്ടത്തി പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സണ്ണി ഫോണുമായി ഹാളിൽ ആരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഗൗരി അപ്പോഴേക്കും വേഗം റൂമിലേക്ക് പോയി. മോളെ അമ്മച്ചി അപ്പോഴേക്കും ഉറക്കി കിടത്തിയിരുന്നു. ആ, മോള് വന്നോ? ഞാൻ ദേ ഉറക്കി കിടത്തിയിട്ടുണ്ട്, രണ്ടുപേരും നല്ല ഉറക്കാണ്, ഇനിയിപ്പോൾ എഴുന്നേക്കാൻ സാധ്യതയില്ല. തണുപ്പായതുകൊണ്ടേ അമ്മച്ചി ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിഞ്ഞാണ് കിടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്മച്ചി റൂമിൽ നിന്നും ഇറങ്ങാൻ പോയതും നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടല്ലോ മോളെ, മുല്ല നന്നായിട്ട് പൂത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മോളെ? അമ്മച്ചി ചോദിച്ചു. അവളൊന്ന് മൂളി. സണ്ണി എന്തേ?
അമ്മച്ചി ചോദിച്ചു. ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി മോള് താഴേക്ക് വരണ്ട, കിടന്നോട്ടോ. അമ്മച്ചിയും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ പോവുകയാണ്. തണുപ്പ് കൂടിക്കൂടി വരികയാണ്. അമ്മച്ചി പറഞ്ഞുകൊണ്ട് താഴേക്ക് പോകുന്നത് അവൾ കണ്ടു. ഗൗരി മക്കളെ ഒന്ന് നോക്കിയതിന് ശേഷം കുളിച്ച് മാറാനുള്ള ഡ്രസ്സുമായിട്ട് റൂമിലേക്ക് പോയി. ഗൗരി കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് നോക്കി. സണ്ണി എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടി അഴിച്ചിട്ടു. നെറ്റിയിൽ ഒരു പൊട്ടും സിന്ദൂരവും ചാർത്തി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ അവിടെ വച്ചിരിക്കുന്ന ആ പാക്കറ്റ് കാണുന്നത്. സണ്ണി അവൾക്കായി കൊണ്ടുവന്ന ചോക്ലേറ്റ്. അവൾ അതുമെടുത്ത് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ചെറിയ ഡിം ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ട് അവൾ ബാൽക്കണി ഡോറ് തുറന്ന് അവിടേക്ക് ഇറങ്ങിക്കൊണ്ട് ബാൽക്കണി ഡോറ് ചാരിയിട്ടു. പിന്നെ LED ലൈറ്റുകൾ എല്ലാം തെളിയിച്ചു. പുറത്ത് ചെറിയ കാറ്റ് വീശുന്നുണ്ട്, മഴയും. ആ മഴയുടെ കുളിര് അവളുടെ ശരീരത്തെ മുഴുവനും വ്യാപിക്കുന്നത് അവൾ അറിഞ്ഞു. അവൾ ഊഞ്ഞൽ കട്ടിലിൽ ചെന്ന് ഇരുന്നു. ചോക്ലേറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതും സണ്ണി റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം അവൾ കേട്ടു. അവളുടെ നെഞ്ചിടിപ്പ് കൂടി. തന്നെ കാണാതെയാകുമ്പോൾ സണ്ണി ബാൽക്കണി തുറന്ന് പുറത്തേക്ക് വരും എന്ന് അവൾക്ക് അറിയാമായിരുന്നു. റൂമിലെ ലൈറ്റ് തെളിയുന്നതും പിന്നെ ലൈറ്റ് ഓഫാകുന്നതും അവൾ കണ്ടു. അവളിൽ ചെറിയൊരു വെപ്രാളം തോന്നിത്തുടങ്ങി. അപ്പോഴാണ് ബാൽക്കണിയുടെ ഡോറ് തുറക്കുന്നത് അവൾ കണ്ടത്. ഡോറ് തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയ സണ്ണിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ അമ്പരപ്പോടെ അത് നോക്കി നിൽക്കുന്നത് ഗൗരി കണ്ടു. അവൻ ബാൽക്കണിയുടെ ഡോറ് ചാരിക്കൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അവൻ വന്നതും ഗൗരി എഴുന്നേറ്റ് നിന്നു. അവൻ ഗൗരിയെ നോക്കി. ഒരു ലൈറ്റ് പിങ്ക് ഷിഫോൺ സാരിയാണ് അവൾ ഉടുത്തിരിക്കുന്നത്. മുടി അഴിച്ചിട്ടിരിക്കുന്നു. ഗൗരി, ഇതെന്താ? അവൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു. അവൻ ഊഞ്ഞാൽ കട്ടിലിലേക്ക് ഇരുന്നു. അതിൽ വിരിച്ചിരിക്കുന്ന നിറയെ മുല്ലപ്പൂക്കൾ കണ്ടതും ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അവൻ അടുത്തേക്ക് ഇരുത്തി. ഗൗരി, ഇതെന്താ ഗൗരി? അവൻ വീണ്ടും ചോദിച്ചു. സണ്ണിച്ചായൻ്റെ മനസ്സ്. നീ വായിച്ചോ? അവൻ ചോദിച്ചു. വായിച്ചു. മുല്ലവള്ളിയോടും തേന്മാവിനോടും ഉള്ള പ്രണയം. അവൾ പറഞ്ഞതും തെറ്റ്. എൻ്റെ പ്രണയം എന്നും നീയായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവൻ വീണ്ടും ചുറ്റും നോക്കി. എന്തു ഭംഗിയായിട്ടാ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സമയമെടുത്തോ? ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? അവൻ ചോദിച്ചു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അവൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ, ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അവൾ പറഞ്ഞു. എനിക്ക് വേണ്ടിയാണോ ഇത്രയും ചെയ്തത്? അവൻ ചോദിച്ചു. അല്ല, നമുക്ക് വേണ്ടി, അവൾ പറഞ്ഞു. ഈ മുല്ലപ്പൂ വാങ്ങിയതാണോ? ബെഡിൽ കിടക്കുന്ന മുല്ലപ്പൂക്കൾ കയ്യിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞു. ആര് വാങ്ങിത്തന്നോ? അത് ഇന്ന് സാന്ദ്രയും റോസ്മേരിയും. ഓ, അപ്പോൾ അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണല്ലേ? അതാണ് പതിവില്ലാതെ രണ്ടുപേരും പെട്ടെന്നുള്ള ഇങ്ങോട്ടുള്ള വരവും. എന്തായാലും കഷ്ടപ്പെട്ടതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ മുല്ലവള്ളി കണ്ടോ? ഇത് ഞാൻ നട്ടതാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ചെന്നു. മുല്ലപ്പൂ വള്ളി പടർന്നു കയറിയിരിക്കുന്നതിൽ നിന്നും മുല്ലപ്പൂ പറിച്ചെടുത്തു. അവളും അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അതുമായി അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ. അവളെ തിരിച്ചു നിർത്തി അവളുടെ തലമുടിയിൽ അവൻ പറിച്ചെടുത്ത മുല്ലപ്പൂക്കൾ വച്ചു കൊടുത്തു. പിന്നെ അവളുടെ പിൻകഴുത്തിൽ നിന്നും മുടി ഒരു വശത്തേക്ക് മാടി ഒതുക്കിക്കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അവനൊന്ന് ചുംബിച്ചു. അവളുടെ ശരീരം വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞു. ഒരു കൈ അവൻ അവളുടെ സാരിക്കിടയിലൂടെ കൈയിട്ട് അവളുടെ വയറിനെ തഴുകുമ്പോൾ മറുകൈ അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ചിട്ടുണ്ട്. അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ ചുംബനങ്ങൾ തീർത്തു. പതിയെ അവൻ്റെ നാവ് കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ നുണയാൻ തുടങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതുകളിൽ പതിഞ്ഞു. അവളുടെ കാതിലെ കമ്മലടക്കം അവൻ നുണഞ്ഞെടുത്തപ്പോൾ അവളിൽ നിന്നും ചെറിയൊരു കുറുകൽ പുറത്തേക്ക് വന്നു. അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ
കൂമ്പിയടഞ്ഞ അവളുടെ കണ്ണുകൾ കാണുകെ അവനിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അല്പസമയം കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കമൊന്നും ഇല്ലാതെ വന്നതും അവൾ പതിയെ കണ്ണു തുറന്നു. ആ സമയം അവൻ അവളെ അരക്കെട്ടിലൂടെ അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ ചുണ്ടുകളെ പെട്ടെന്ന് കവർന്നെടുത്തു. അവൾക്ക് കണ്ണു ചിമ്മാൻ പോലും അവസരം കൊടുക്കാതെ അവളെ അവൻ അവനിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചിലമർന്നു. പതിയെ തുടങ്ങിയ ചുംബനം അത് വന്യമായി തുടങ്ങി. അവളുടെ പിൻകഴുത്തിലേക്ക് പിടിച്ച് അവൻ്റെ ചുണ്ടുകളിലേക്ക് അമർത്തിയാണ് അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുണ്ടുകളിൽ ചോക്ലേറ്റിൻ്റെ മധുരം അറിഞ്ഞതും അവൻ ചുണ്ടുകളെ വിട്ടുകൊണ്ട് അവളെ നോക്കി. മധുരം, അവൻ പറഞ്ഞു. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ വലത് കയ്യിലിരുന്ന ചോക്ലേറ്റ് പാക്കറ്റ് അവന് ഉയർത്തി കാണിച്ചു. വേണോ? അവൾ ചോദിച്ചു. വേണം, ഇങ്ങനെയല്ല, എനിക്കിത് മതി, ഇതിനാണ് രുചി, ഈ രുചിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞ് അവൻ വീണ്ടും വളരെ പതിയെ അവളുടെ ചുണ്ടുകളെ വേദനിപ്പിക്കാതെ രുചിച്ചു കൊണ്ടിരുന്നു. അവൻ പിന്നീട് അത് വന്യമാക്കി തുടങ്ങി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിലായി അമർന്നതും അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. ആ സമയം തന്നെ അവളുടെ പല്ലുകൾ ഒന്നകന്നതും അവൻ്റെ നാവുകൾ അതിൻ്റെ ഇണയെ തേടി ചെന്നു. അവൻ്റെ നാവ് അവളുടെ നാവുമായി ഇണചേർന്നു. അവളുടെ കൈ അവൻ്റെ ഇടുപ്പിൽ മുറുകി. അവൻ അവളെ വരിഞ്ഞു മുറുക്കി അവളുടെ മാറിലേക്ക് ചേർത്തു. അവൻ്റെ വലത് കൈ അവളുടെ തോളിലേക്ക് ചെന്ന് അവളുടെ സാരിയിൽ പിടിമുറുക്കി. തോളിൽ നിന്നും അവളുടെ സാരി താഴേക്ക് വലിച്ചു. അവളുടെ മാറിൽ നിന്നും സാരി താഴേക്ക് വീണു. അപ്പോഴും അവൻ അവളുടെ സാരിയിൽ നിന്നും പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു വിട്ടുകൊണ്ട് അവളിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. അവളുടെ സാരിയുടെ ഞൊറി പാവാടയ്ക്കുള്ളിലായി തിരികെ വെച്ചത് അവൻ വലിച്ചെടുത്തു. സാരി മുഴുവനായും അവൻ തന്നെ അഴിച്ചു മാറ്റി. സാരിയുടെ പാവാടയ്ക്കുള്ളിലേക്ക് കൈയിട്ടുകൊണ്ട് അവൻ അവളെ അവനിലേക്ക് വലിച്ചു നിർത്തി. അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നതും അവളിൽ ഒരു വിറയലായിരുന്നു. പാവാടയും ബ്ലൗസും മാത്രം ഇട്ടു നിൽക്കുന്ന അവളുടെ ശരീരത്തിലേക്ക് അവൻ നോക്കി നിന്നു. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ മുറിവുകളും പാടുകളും എല്ലാം പൂർണ്ണമായും മാറിയിരിക്കുന്നു. ഒരു പാടുപോലും ഇല്ലാത്ത വയറിലെ ആ ഭംഗിയുള്ള ആഴമേറിയ പൊക്കിൾ ചുഴിയും അവൻ നോക്കി നിന്നു. ശ്വാസം വിടുന്നതനുസരിച്ച് ഉയർന്നു താഴുന്ന മാറിടങ്ങൾ ബ്ലൗസിനുള്ളിൽ കൂടി കാണാൻ അത്രയും ഭംഗിയാണെന്ന് അവന് തോന്നി. അവളുടെ ഉയർന്നു താഴുന്ന മാറിടങ്ങളും ഭംഗിയുള്ള ആ നാഭിച്ചുഴിയും എല്ലാം അവനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൻ അവളുടെ അധരങ്ങൾ തൻ്റേതാക്കി മാറ്റുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളെ ഊഞ്ഞാൽക്കട്ടിലേക്ക് 2 കൈകൾ കൊണ്ട് കോരിയെടുത്ത് കൊണ്ടുപോയി കിടത്തി. അവളുടെ ആ വിടർന്നു കിടക്കുന്ന മുടി ആ മുല്ലപ്പൂക്കളിൽ പരന്നു കിടന്നു. അവളുടെ ഹൃദയമിടിപ്പിനനുസരിച്ച് ഉയർന്നു താഴുന്ന മാറിടങ്ങളിലേക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തി. അത് അവൻ്റെ വികാരങ്ങൾ ഉണർത്താൻ പാകത്തിനായിരുന്നു. അവൻ അവൻ്റെ ഷർട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾക്ക് മീതെയായി 2 വശവും കൈകൾ കുത്തിക്കിടന്നു. ഗൗരി, അനുവാദത്തിന് കാത്തു നിൽക്കാതെ എനിക്കായി തീർത്ത ഈ മുല്ലപ്പൂ പന്തലിൽ നിന്നെ ഞാൻ സ്വന്തമാക്കുകയാണ്. വീണ്ടും എനിക്ക് മുല്ലവള്ളിയായി നിന്നിൽ പടർന്നു കയറണം. അവൻ പറയുന്ന ഓരോ വാക്കുകളും അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് അവൾ അറിഞ്ഞു. അവൻ അവളുടെ ബ്ലൗസിൻ്റെ ഓരോ ഹുക്കുകളായി പല്ലുകൾ കൊണ്ട് തന്നെ കടിച്ചു തുറന്നു. അവളുടെ ഓരോ ഹുക്കുകളും കടിച്ചഴിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കിക്കൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവളുടെ അരയ്ക്ക് മുകളിലേക്ക് നഗ്നയാക്കി. ഗൗരി, ഞാൻ ആദ്യം ഇതൊന്ന് രുചിച്ച് നോക്കട്ടെ. ഒരു പ്രാവശ്യം അറിഞ്ഞാൽ പിന്നെ വിട്ടുപോകാൻ തോന്നില്ല. ഇന്നലെ ഞാൻ അറിഞ്ഞ ഈ രുചി എനിക്ക് എന്നും അറിയണം എന്ന് പറഞ്ഞ് അവൻ അവളുടെ ഇടത് മാറിനെ നുണയുമ്പോൾ അവൻ്റെ ഇടത് കൈ അവളുടെ വലത് മാറിനെ പതിയെ ഞെരിച്ചു. അവളുടെ കഴുത്ത് പിന്നിലേക്ക് വളഞ്ഞു പോയിരുന്നു. അപ്പോഴും അവൻ്റെ ചുണ്ടുകളും കൈകളും അവളുടെ 2 മാറിനെയും രുചിച്ചും ഞെരിച്ചും കൊണ്ടിരുന്നു. ഇച്ചായ, അവളിൽ നിന്നും ചീൽക്കാര ശബ്ദങ്ങൾ ഉയർന്നു. അത് അവനിൽ ആവേശം കൂട്ടിയത്. അവൻ ഉയർന്നു പൊങ്ങി അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണഞ്ഞു. അവൻ്റെ പുറത്തുള്ള അവളുടെ കൈ മുറുകി. അവൻ്റെ ആ കൈ
അവളുടെ മാറിനെയും വയറിനെയും മാറി മാറി തഴുകി. അവളുടെ കീഴ്ച്ചുണ്ടിനെ അപ്പോഴും വിടാതെ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. അവൻ കൊടുക്കുന്ന ആ വേദന അവളിൽ വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകിയത്. മേൽച്ചുണ്ടിനെയും അവൻ്റെ ചുണ്ടുകൾ കടന്നു. അവൻ്റെ നാവും അവളുടെ നാവിലേക്ക് വീണ്ടും പ്രവേശിച്ചു. അവളിൽ നിന്ന് വരുന്ന ഓരോ മൂളലുകളും അവനെ വീണ്ടും ആവേശത്തിലാക്കി. അവളുടെ നാവിനെ അവൻ അവൻ്റെ നാവിനാൽ നുണഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് അവൻ്റെ നാവുകൾ അവളുടെ കഴുത്തിലേക്ക് നുണഞ്ഞിറങ്ങി. കഴുത്തിലെ മൃദുത്വം അവൻ ആസ്വദിച്ചു. അവളുടെ ശരീരത്തിൽ നിന്നും ഓരോ വസ്ത്രങ്ങളായി അവൻ തന്നെ അഴിച്ചു മാറ്റി. പൂർണ്ണമായും അവളെ നഗ്നയാക്കി. അവളുടെ വയറിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. അവളുടെ വയറിൽ അവൻ്റെ മുഖം അമർത്തിക്കിടന്നു. പതിയെ അവിടെ കടിച്ചു. അവൻ്റെ നാവ് അവളുടെ പൊക്കിൾ ചുഴിക്ക് ചുറ്റും ഓടി നടന്നു. അവളൊന്ന് പുളഞ്ഞുകൊണ്ടിരുന്നു. അവളിൽ നിന്നും വരുന്ന ഓരോ ശീൽക്കാര ശബ്ദങ്ങളും അവനെ വീണ്ടും വീണ്ടും ആവേശത്തിലാക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവനിൽ നിന്നും മൂളലുകൾ വരുന്നുണ്ട്. അവനും പൂർണ്ണ നഗ്നനായി. ഇരുവരും നഗ്നതയോടെ പാമ്പുകൾ കെട്ടിപ്പിണയുന്നത് പോലെ കിടന്നു. പിന്നീട് അവൻ ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ അരുമയായി ചുംബിച്ചു. അവളുടെ കാലുകൾ അവൻ അകത്തി. അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെ വേഗതയ്ക്കനുസരിച്ച് അവൾ പിഴഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറിയും അവളുടെ മാറിനെ നുണഞ്ഞും അവന് മതിയാകുന്നുണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും അവളെ അവനിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. എത്ര പ്രാവശ്യം എന്നറിയാതെ അവൻ അവളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. പുറത്തു പെയ്യുന്ന ആ മഴയും ആ തണുപ്പും അവരെ രണ്ടുപേരെയും ഒട്ടും തന്നെ ബാധിക്കാതെ അവൻ അവളിലേക്ക് അലിഞ്ഞിറങ്ങുകയായിരുന്നു. നേരം പുലരാനാകുമ്പോൾ അവൻ അവളിലേക്ക് തളർന്നു വീണിരുന്നു. അവൾ അവനായി ഒരുക്കിയ ആ പൂമെത്തയിൽ അവരുടെ ആ പ്രണയത്താൽ, ആ കാമത്താൽ ആ പൂക്കളെല്ലാം ഞെരിഞ്ഞമർന്നു. അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് അവൻ കിടക്കുമ്പോൾ അവൾ അവൻ്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് ഒന്ന് ചുംബിച്ചു. ഗൗരി, വശ്യതയോടെ അവൻ അവളെ വിളിച്ചു. ഇനിയും താങ്ങില്ല. എന്നെ നീ ഇങ്ങനെ പ്രലോഭിപ്പിക്കല്ലേ. ഇത്രയും നാളും ഞാൻ കാത്തിരുന്നതായിരുന്ന, സ്വപ്നം കണ്ടിരുന്ന ഓരോ നിമിഷങ്ങളും നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അവളുടെ മാറിൽ നിന്നും തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ജീവിതത്തിലേക്ക് ഇത്രയും വൈകി വന്നത് എന്തിനാടി പെണ്ണേ? നേരത്തെ വരായിരുന്നില്ലേ? എൻ്റെ ഇത്രയും വർഷങ്ങളല്ലേ നീ കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മാറിനെ ഒന്ന് കടിച്ചു. അവൾ വേദനയോടെ ഒന്ന് പുളഞ്ഞു. അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. അറിഞ്ഞില്ലല്ലോ ഇച്ചായ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാതെ പോയതല്ലേ ഞാൻ. ഇച്ചായൻ എന്നോട് പറയാതെ പോയതല്ലേ, അവൾ പറഞ്ഞു. എന്തിനാ എന്നെ വേദനിപ്പിക്കാനായിട്ട് വിട്ടുകൊടുത്തത്? ഈ സ്നേഹം, ഈ പ്രണയം എല്ലാം എനിക്ക് നേരത്തെ തരായിരുന്നില്ലേ ചായ? ഒരു പെണ്ണായി എന്നെ ജനിപ്പിച്ചതിന് ദൈവത്തോട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന പെണ്ണിനെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഇച്ചായനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് ഞാനെന്ന പെണ്ണിനോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ താഴേക്ക് ഒഴുകുന്നത് സണ്ണി കണ്ടു. ഇതിപ്പോൾ എന്തിനീ കണ്ണുകൾ നിറയുന്നേ? സന്തോഷാണോ? അവൻ ചോദിച്ചു. അതെ, ഞാനെന്ന സ്ത്രീയെ പൂർണ്ണമാക്കിയതിന്, എന്നിലെ സ്ത്രീയെ എനിക്കിപ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ശരീരത്തെ, എൻ്റെ സ്ത്രീത്വത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഇച്ഛാനുള്ളത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത്. നിൻ്റെ ശരീരത്തെ മാത്രമല്ല ഗൗരി, നിൻ്റെ മനസ്സിനെയും നീ പൂർണ്ണമായും നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. നീ എൻ്റേതല്ലേ? അവൻ ആർദ്രമായി ചോദിച്ചതും അതെ, അവൾ തലയണക്കി. ഗൗരി, തണുക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് മേൽ ഒരു പുതപ്പായി എൻ്റെ ഇച്ഛായൻ ഇങ്ങനെയുള്ളപ്പോൾ എനിക്ക് തണുക്കില്ല, അവൾ പറഞ്ഞു. അവൻ അവൾക്ക് മേലെ നിന്നും താഴേക്ക് കിടന്നുകൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. പിന്നെ മുകളിലേക്ക് നോക്കിക്കിടന്നു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഗൗരി. ഒരിക്കലും ഇത്രയും മനോഹരമാക്കി ഈ സ്ഥലം മാറ്റാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എനിക്കായി തന്ന
ഈ സർപ്രൈസ് ഗിഫ്റ്റ് ഒരിക്കലും ഞാൻ മറക്കില്ല. ഇതെന്നും ഇങ്ങനെ തന്നെ കിടന്നോട്ടെ. നമ്മുടെ രാത്രികൾ ഇനി ഇവിടെയാക്കാം അല്ലേ? സണ്ണി ചോദിച്ചു. എല്ലാ ദിവസവും ഇവിടെ മതി. ഈ ആകാശവും ഈ മുല്ലപ്പൂ പന്തലും ഇതിൽ വിരിയുന്ന ഓരോ മുല്ലപ്പൂക്കളും നമ്മുടെ പ്രണയം കണ്ട് കൊതിക്കണം, നാണിക്കണം. സണ്ണി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ക്ഷീണമുണ്ടോ? അവൻ ചോദിച്ചു. അവളില്ല എന്ന് തല അനക്കിയതും അവൻ അവളെ മറച്ചിട്ടുകൊണ്ട് അവളിലേക്ക് വീണ്ടും പടർന്നു കയറുകയായിരുന്നു, മുല്ലവള്ളി പോലെ. അവളിൽ നിന്നും അവൻ അടർന്നു മാറുമ്പോൾ കിളികളുടെയും മറ്റും ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയിരുന്നു. നേരം വെളുത്തു തുടങ്ങി എന്ന് മനസ്സിലായതും ഗൗരി അവനെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? സണ്ണി ചോദിച്ചു. ഇച്ചായന് ക്ഷീണമൊന്നും തോന്നുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല, എൻ്റെ പെണ്ണിനെ അറിയാൻ എനിക്കൊരു ക്ഷീണവുമില്ല. ഇനിയും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഞാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ പെണ്ണ് ക്ഷീണിച്ചു. രാവിലെ കണ്ണ് തുറക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മക്കൾ എഴുന്നേൽക്കും. അപ്പോഴേക്കും അവർക്ക് വിശപ്പ് മാറാനുള്ളത് വരും. അതുവരെ എന്നെ പ്രലോഭിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഞാൻ കഷ്ടപ്പെടുത്തും. സണ്ണി പറഞ്ഞതും ഗൗരി അവൻ്റെ കവളിലിട്ട് ഒന്ന് കുത്തി. ഇനി താങ്ങില്ല ഞാൻ. അവൾ പറഞ്ഞതും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ മോൾ ഉറങ്ങിക്കോ. നമുക്ക് അകത്തേക്ക് പോകാം, സണ്ണി ചോദിച്ചു. അവൻ ഊഞ്ഞൽ കട്ടിലിൽ നിന്നും ഇറങ്ങി താഴെ കിടന്ന മുണ്ടെടുത്ത് ഉടുത്തു. അവൾ പുതച്ചിരുന്ന പുതപ്പ് കൊണ്ട് പൊതിഞ്ഞ ഗൗരിയെ അവൻ 2 കൈകൊണ്ട് കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. ബാൽക്കണി ഡോറ് കാലുകൊണ്ടടച്ചു. അവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തി. ഇച്ചായ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ? അവൾ ചോദിച്ചു. എന്തിനാ ഈ തണുപ്പത്ത്? ഫ്രഷ് ആവണ്ട, ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് തന്നെ അവൻ കിടന്നു. ആ പുതപ്പിനുള്ളിലേക്ക് അവൻ കയറി. അവൻ ഉടുത്തിരുന്ന ആ മുണ്ട് അഴിച്ചു മാറ്റിക്കൊണ്ട് അവളിലേക്ക് ചേർന്ന് കിടന്നു. ആ പുതപ്പിനുള്ളിൽ 2 പേരും നഗ്നമായി കെട്ടിപ്പിടിച്ച് കിടന്നു. താനെ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അത് കണ്ടതും സണ്ണി അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനും ഉറങ്ങി. ഹായ്, സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇന്ന് റൊമാൻസാണ്. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, റൊമാൻസ് ഇത്രയധികം വേണ്ടാന്നാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ അടുത്തതും കൂടിയുണ്ട്. ഓർമ്മയ്ക്കായി എന്ന സ്റ്റോറിയിൽ ആൽഫിയുടെയും അമ്മുവിൻ്റെയും, അതിൽ നരിക്കുന്നൽ നരിയുടെ പ്രണയമാണ്, റൊമാൻസാണ്. താങ്ങുമോ എന്തോ അറിയില്ല. എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.